നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയാകുന്നു. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 കുംഭമാസം 17-ാം തീയതി, അതായത് 2026 മാർച്ച് 1-ാം തീയതി രവിവാരം ഞായറാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാളെ ഒരു പുത്തൻ മാസത്തിൻ്റെ ആരംഭമാണ്. മാർച്ച് 1 നാളെ മാർച്ച് 1-ാം തീയതി ഞായറാഴ്ച. സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:45, അസ്തമയം വൈകിട്ട് 6:31 നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. ഞായറാഴ്ച വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാളത്തെ നക്ഷത്രം പ്രിയമുള്ള പ്രേക്ഷകരെ, നാളെ പൂയം നക്ഷത്രമാകുന്നു. നാളെ കാലത്ത് 8:20 വരെ പൂയം നക്ഷത്രവും 8:20 കഴിഞ്ഞാൽ പിന്നെ ആയില്യം നക്ഷത്രമാകുന്നു. നിങ്ങൾക്കറിയാം നാളെ വെളുത്തപക്ഷത്തിലെ ത്രയോദശിയാണ്, ശുക്ലപക്ഷ ത്രയോദശി. ചന്ദ്രൻ വളരെ ബലവാനായി വരികയാണ്. അതിനാൽ നാളത്തെ ദിനം ശുഭകാര്യങ്ങൾക്ക് അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ, കാലത്ത് പൂയം നക്ഷത്രം 8:20 വരെയുള്ള സമയം നമുക്ക് അനുകൂലമായി എടുക്കാം. അത് കഴിഞ്ഞാൽ ആയില്യം നക്ഷത്രം ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രം യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണ്, വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 8:20 കഴിഞ്ഞാൽ മറ്റ് ശുഭമുഹൂർത്തങ്ങളൊന്നും തന്നെ തരാൻ നിർവാഹമില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ കാലത്ത് 7:45 മുതൽ 8:15 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താവുന്നതാണ്. 8:20 കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായും സർപ്പത്തിൻ്റെ, നാഗത്തിൻ്റെ അധീനതയുള്ള ആയില്യം നക്ഷത്രമായി. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനം എന്ത് ചെയ്യണം? സർപ്പബലിയുമായി ബന്ധപ്പെടുന്ന, സർപ്പപ്രീതിയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യാപൃതമാകാം. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രധ്വനികളോടുകൂടി അടുത്തുള്ള സർപ്പസങ്കേതങ്ങളിൽ നിങ്ങൾ സർപ്പപ്രീതി ചെയ്യുക. അത് ആയില്യ പൂജയാകാം, സർപ്പബലിയാകാം, നവഗ്രഹത്തിൽ രാഹുകേതുക്കൾക്ക് അർച്ചനയാകാം. ഇപ്രകാരം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നാഗങ്ങളുടെ ഒരു അനുഗ്രഹ പൂർണ്ണതയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സഹായകരമാകുന്നു. സർപ്പപ്രീതിയിൽ അവശ്യമേവ കരണീയ ആരോഗ്യപുത്രാപ്തി. നമ്മളുടെ ആരോഗ്യത്തിനും സന്താന ശ്രേയസ്സിനും ഏറ്റവും നല്ലതാകുന്നു സർപ്പപ്രീതി എന്ന് തിരിച്ചറിയുക. അതിനാൽ നാളെ പൂർണ്ണമായും രാഹുവിൻ്റെ അധീനതയിലുള്ള ദിനമാകയാൽ സർപ്പ സംബന്ധിച്ച വിഷയങ്ങളിലൊക്കെ തന്നെ അനുകൂലമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയില്യം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ബുധനാകുന്നു. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ അവിടെ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന വഴിപാടായി സമർപ്പിക്കാവുന്നതുമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.